പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PO റെഗുലേഷൻസ് 2024 വന്ന ശേഷമുള്ള മാറ്റങ്ങളാണ്. അതിൽ നമ്മൾ പോസ്റ്റൽ ആർട്ടിക്കിൾസിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അഡ്രസ്സ്, അതായത് അഡ്രസ്സ് എഴുതുന്നതിലുള്ള മാറ്റങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് PO റെഗുലേഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വേറെ കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് PO റെഗുലേഷൻസ് 2024 വന്ന ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അതെല്ലാം ഓർഡറായിട്ട് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ്സ് ഫോർ അഡ്രസ്സിങ് ഓൺ ഡൊമസ്റ്റിക് ഐറ്റംസ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു അഡ്രസ്സ് എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അത് ഡൊമസ്റ്റിക്, അതായത് ഇൻലാൻഡിൽ അയക്കുമ്പോഴുള്ള കാര്യങ്ങളും ഉണ്ട്, ഇൻ്റർനാഷണലി അയക്കുമ്പോൾ ഒരു അഡ്രസ്സ് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളും ഉണ്ട്. അതാണ് പറഞ്ഞു പോകുന്നത്. ആദ്യം പറയുന്നത് ഡൊമസ്റ്റിക് ഐറ്റംസ്. നമ്മൾ വിത്തിൻ ഇന്ത്യയിൽ അയക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അഡ്രസ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ആൻ ഐറ്റം ഷാൾ നോട്ട് ഹാവ് മോർ ദാൻ വൺ ഡെലിവറി അഡ്രസ്സ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഐറ്റത്തിൽ ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് പാടില്ല, ഒന്നിൽ കൂടുതൽ ഡെലിവറി അഡ്രസ്സ് പാടില്ല എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് അഡ്രസ് ഐദർ ഹാൻഡ് റിട്ടൺ ഓർ മെഷീൻ പ്രിന്റഡ് ഷാൾ കണ്ടെയ്ൻ സച്ച് എലമെന്റ്സ് ആൻഡ് ഇൻ സച്ച് ഓർഡർ ആസ് ഗീവൺ ബിലോ. അതായത് അഡ്രസ്സ് ഹാൻഡ് റിട്ടണോ കൈകൊണ്ട് എഴുതിയതോ അല്ലെങ്കിൽ മെഷീൻ പ്രിന്റ് ആയതോ ഏതായാലും കുഴപ്പമില്ല, ആ അഡ്രസ്സ് താഴെ പറയുന്ന ഓർഡറിൽ വേണമെന്നാണ് പറയുന്നത്. ആ ഓർഡറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ഓർഡർ നോക്കി ആദ്യം പേര്, പിന്നെ അടുത്ത വരിയായിട്ട് കെയർ ഓഫ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് അല്ലെങ്കിൽ സൺ ഓഫ് അല്ലെങ്കിൽ വൈഫ് ഓഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫ്, ആ ഡീറ്റെയിൽസ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം പേര് വന്നിട്ട് താഴെ ഡോട്ടർ ഓഫ് ഇന്ന ആൾ അല്ലെങ്കിൽ സൺ ഓഫ് ഇന്ന ആൾ എന്ന് പറഞ്ഞ് വരുന്ന, അപ്പോൾ ആ ഡീറ്റെയിൽസ് രണ്ടാമത് എഴുതാം. മൊബൈൽ നമ്പർ മൂന്നാമതായിട്ട് ഓപ്ഷണൽ, അതായത് വേണമെങ്കിൽ എഴുതാം മൊബൈൽ നമ്പർ. അടുത്ത വരുന്നത് ഹൗസ് അല്ലെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഫ്ലോറാണ്, ബിൽഡിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അതായത് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്ത വരുന്നത് സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ ലെയിന്. നമ്മൾ സ്ട്രീറ്റിൻ്റെ പേര് ഉൾപ്പെട്ട് വരുന്ന അഡ്രസ്സിലെ ഡീറ്റെയിൽസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ന സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഞാനൊരു ഇതിൻ്റെ ഈ അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ അടുത്ത പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. അടുത്ത ലാൻഡ്മാർക്കാണ്. ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു അഡ്രസ്സിനെ പെട്ടെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷനോ തൊട്ടടുത്ത് വേറെ എന്തെങ്കിലും ഒരു പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പറയുന്നതാണ് ലാൻഡ്മാർക്ക്. ഇപ്പോൾ നിയർ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ നിയർ താലൂക്ക് ഓഫീസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു ദ ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അടുത്ത ഏരിയ അല്ലെങ്കിൽ ലൊക്കാലിറ്റി അല്ലെങ്കിൽ സെക്ടർ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന സബ് ഡിവിഷൻസ് ആണ് വലിയൊരു ഏരിയയുടെ. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഓഫൻ റെഫറിങ് ടു എ ലാർജർ റീജിയൻ ഓർ സോൺ വിത്തിൻ എ സിറ്റി ഓർ ടൗൺ. ലൊക്കാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ഏരിയ വിത്തിൻ എ ലാർജർ ഏരിയ ഓർ എ സ്മാളർ പാർട്ട് ഓഫ് എ ടൗൺ. സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി എ സബ് ഡിവിഷൻ വിത്തിൻ എ ലൊക്കാലിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സബ് ഡിവിഷൻസ് ആണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ എക്സാമ്പിൾ. അപ്പോൾ അതിനൊന്ന് മനസ്സിലാക്കാൻ എന്താണ് ഏരിയ, ലൊക്കാലിറ്റി അല്ലെങ്കിൽ സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതൊന്നും ഇത്ര വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, എന്നാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. അടുത്ത വില്ലേജിൻ്റെ പേര് അല്ലെങ്കിൽ ടൗണിൻ്റെ പേര് അല്ലെങ്കിൽ സിറ്റിയുടെ പേര്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൻ്റെ പേര് വരുന്നു, പിന്നെ ജില്ലയുടെ പേര് വരുന്നു, സ്റ്റേറ്റ് വരുന്നു, പിൻകോഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോഡ്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത ദ അഡ്രസ് ഓഫ് ദ അഡ്രസ്സീ ഷാൾ ബി റിട്ടൺ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഫ്രണ്ട് സൈഡ് ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻറ്റർ ഷാൾ ബി റിട്ടൺ ഓൺ ദ ലോവർ ലെഫ്റ്റ് ഓഫ് ദ ഫ്രണ്ട് സൈഡ് ഓഫ് ആൻ എൻവലപ്പ്. അഡ്രസ്സിൻ്റെ അഡ്രസ്സ് എവിടെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ ഫ്രണ്ട് സൈഡിൻ്റെ സെൻട്രൽ. ഇനി അഡ്രസ് ഓഫ് ദ സെൻറ്റർ, അയക്കുന്ന ആളുടെ അഡ്രസ്സ് എവിടെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടൺ ഓൺ ദ ലോവർ ലെഫ്റ്റ് ഓഫ് ദ ഫ്രണ്ട് സൈഡിൻ്റെ ലോവർ ലെഫ്റ്റിൽ ലോവർ. അഡ്രസ് ഓഫ് ദ അഡ്രസ്സി ആൻഡ് ദ സെൻറ്റർ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫ്രം ദ വേർഡ്സ് ടു ആൻഡ് ഫ്രം റെസ്പെക്റ്റീവ്ലി. അതായത് ടു കൊടുത്തിട്ട് അഡ്രസ്സിയുടെ അഡ്രസ്സ് എഴുതണം, ഫ്രം എന്നെഴുതിയിട്ട് വേണം സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതാൻ. ഓക്കെ. അടുത്ത പറയുന്നത് സ്പേസിങ്ങിൻ്റെ കാര്യമാണ്. ബ്ലാങ്ക് സ്പേസ് ഓഫ് മിനിമം 15 mm ഷാൾ ബി കെപ്റ്റ് ഫ്രം ലെഫ്റ്റ് ബോട്ടം ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ എൻവലപ്പ് ആൻഡ് ദ അഡ്രസ് ബ്ലോക്ക് ഓഫ് അഡ്രസ്സി ഷാൾ ഹാവ് മിനിമം ഗ്യാപ്പ് ഓഫ് 40 mm ഫ്രം ദ ടോപ്പ്.
അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചുമ്മാതെ വായിച്ചു പോവാതെ ഇത് ഓരോന്നും മനസ്സിൽ കാണുക. അപ്പോഴത്തേക്ക് നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. അതായത് 15 മില്ലിമീറ്റർ ഇടത്തുനിന്നും പിന്നത് പറയുന്നത് ബോട്ടം താഴെ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഒരു ബ്ലാങ്ക് സ്പേസ് വേണം അഡ്രസ് ബ്ലോക്കിന്. പിന്നെ പറയുന്നത് ദ അഡ്രസ് ബ്ലോക്ക് ഓഫ് ദ അഡ്രസ് ഷാൾ ഹാവ് മിനിമം ഗ്യാപ്പ് ഓഫ് 40 മില്ലിമീറ്റർ ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്ന് 40 മില്ലിമീറ്റർ ഗ്യാപ്പ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ 15 മില്ലിമീറ്റർ ലെഫ്റ്റ് ബോട്ടം റൈറ്റിൽ നിന്ന്, പിന്നെ മുകളിൽ നിന്ന് 40 മില്ലിമീറ്റർ. സ്റ്റാമ്പ്സ് ഓർ ഫ്രാങ്ക് ഇംപ്രഷൻസ് ഷാൾ ബി അഫിക്സഡ് ഇൻ മാക്സിമം ഏരിയ ഓഫ് 74 മില്ലിമീറ്റർ ഓൺ ദ അപ്പർ റൈറ്റ് കോർണർ. അപ്പർ റൈറ്റ് കോർണറിൽ, അപ്പർ റൈറ്റ് കോർണർ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, അപ്പർ മുകളിൽ റൈറ്റ് കോർണറിൽ മാക്സിമം പോയ 74 മില്ലിമീറ്ററിനകത്തായിരിക്കണം ഈ സ്റ്റാമ്പുകളും അല്ലെങ്കിൽ ഫ്രാങ്ക് ഇംപ്രഷൻസും അഫിക്സ് ചെയ്യാനായിട്ട്. The address of addressee and sender should be positioned parallel to the length of the envelope. അതായത് അഡ്രസ്സിയുടെ അഡ്രസ്സും സെൻഡറിൻ്റെ അഡ്രസ്സും എൻവലപ്പിൻ്റെ ലെങ്തിന് പാരലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏണി കയറുന്ന പോലെ ഇങ്ങനെ ഏങ്കോണിച്ചൊക്കെ എഴുതി വെക്കരുതെന്നർത്ഥം. അഡ്രസ് ബ്ലോക്ക്. എ സോൺ ഓഫ് 10 മില്ലിമീറ്റർ അറൗണ്ട് ദ അഡ്രസ് ബ്ലോക്ക് ഷുഡ് ബി ഫ്രീ ഫ്രം എനി പ്രിൻറ്റിംഗ് ഓർ റൈറ്റിംഗ്. എന്ന് വെച്ചാൽ എന്താ, അഡ്രസ് ബ്ലോക്കിൻ്റെ ചുറ്റും ഒരു 10 മില്ലിമീറ്റർ സ്ഥലം ഫ്രീ ആയിരിക്കണം. എന്തെങ്കിലും എഴുത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൽ നിന്നോ എന്ന് പറയുന്നു. ഒരു ചെറിയ സ്പേസ് വിടണമെന്നർത്ഥം അഡ്രസ് ബ്ലോക്കിന് ചുറ്റും. അത് 10 മില്ലിമീറ്റർ ആണ് ആ സ്പേസിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോൺ അഡ്രസ് ഇൻഫർമേഷൻ സച്ച് എസ് സെൻഡേഴ്സ് കോഡ്, സീരിയൽ ഓർ അക്കൗണ്ട് നമ്പേഴ്സ് ഓർ അതർ ഇൻഫർമേഷൻ ആർ നോട്ട് ടു ബി ജനറലി ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്രസ് ഓഫ് ദ അഡ്രസ്സി ആൻഡ് ഇഫ് നെസസറി ഇറ്റ് ഷുഡ് ബി പ്രിൻറ്റഡ് എബവ് ദ ഫസ്റ്റ് ലൈൻ ബട്ട് നെവർ ബിലോ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ അഡ്രസ്. അതായത് അഡ്രസ് അല്ലാത്തുള്ള ഡീറ്റെയിൽസ്, നോൺ അഡ്രസ് ഇൻഫർമേഷൻസ്, അതായത് ചിലരൊക്കെ ഈ ആർട്ടിക്കിൾസിനകത്ത് വേറെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരിക്കും. എന്തെങ്കിലും ഇപ്പോൾ പോളിസി നമ്പറുകളോ അല്ലെങ്കിൽ അവർക്ക് ഈ സെൻഡർക്കും അഡ്രസ്സിക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ എന്തെങ്കിലും നൊട്ടേഷൻസൊക്കെ ഈ അഡ്രസ്സിൻ്റെ പോർഷൻസിൽ അഡ്രസ്സ് എഴുതുന്ന ആ സൈഡിലൊക്കെ എഴുതി വെച്ചിരിക്കും. അത് പാടില്ലെന്നാണ് പറയുന്നത് ജനറലി. പിന്നെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രിൻറ്റഡ് ഇഫ് നെസസറി, അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രിൻറ്റഡ് എബോവ് ദ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈൻ്റെ അഡ്രസ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ മുകളിൽ വേണേൽ എഴുതാം. ബട്ട് നെവർ ബിലോ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ അഡ്രസ്സ്. ലാസ്റ്റ് ലൈൻ്റെ താഴെ എഴുതാൻ പാടില്ലെന്നാണ് പറയുന്നത്. മേളിൽ വേണം എഴുതിക്കുമോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലൈൻ്റെ മേളിൽ. ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ അഡ്രസ് ലൈൻ ഷാൽ ബി യൂണിഫോം ആൻഡ് ബി മോർ ദാൻ 1 മില്ലിമീറ്റർ ആൻഡ് ലെസ് ദാൻ 5 മില്ലിമീറ്റർ. അതായത് അഡ്രസ് ലൈൻസുകൾ തമ്മിലുള്ള, അഡ്രസ്സുകളുടെ വരികളുണ്ടല്ലോ, പല പല വരികളുണ്ടല്ലോ അഡ്രസ്സിൽ, ആ വരികൾ തമ്മിലുള്ള സ്പേസിങ് യൂണിഫോം ആയിരിക്കണം, ഒരേപോലുള്ളതായിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഡയമെൻഷനും പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു സ്പേസിങ്ങിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിൽ കൂടണം, പിന്നെ 5 മില്ലിമീറ്ററിൽ താഴെ നിൽക്കണം. അതിനിടയ്ക്കുള്ള സ്പേസിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. യൂണിഫോം ആയിരിക്കണം എന്ന് പറയുന്നു. ദ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പെർ ലൈൻ ഈസ് 40 ക്യാരക്ടേഴ്സ് എക്സ്ക്ലൂഡിങ് സ്പേസസ് ബിറ്റ്വീൻ വേർഡ്സ്. അതായത് ഒരു ലൈനിൽ എത്ര ക്യാരക്ടർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, കൂടിയത് മാക്സിമം, അതിൽ കൂട്ടരുത്. ഈ ഒരു കണക്കെന്ന് പറയുന്നത്, ഈ ക്യാരക്ടറിൻ്റെ കണക്കെന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് സ്പേസസ് ബിറ്റ്വീൻ വേർഡ്സിനിടയിലുള്ള സ്പേസിനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള കണക്കാണ് ഈ പറയുന്നത് 40 ക്യാരക്ടേഴ്സ് എന്നത്. An accountable item tendered at a post office for transmission shall not be accepted unless they are addressed to a particular person or firm or institution. അതായത് ഒരു അക്കൗണ്ടുള്ള ഐറ്റം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന്, അക്കൗണ്ടബിൾ ഐറ്റം എന്ന് പറയുന്നത് ഈ രജിസ്റ്റേർഡ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എങ്ങനെയുള്ളപ്പം, അതായത് അതൊരു പർട്ടിക്കുലർ പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ ഒരു ഫേമിനെയോ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം ഏതെങ്കിലും ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഫേമിനെയോ ഇൻസ്റ്റിറ്റ്യൂഷനെയോ അഡ്രസ്സ് ചെയ്തിരിക്കണം. സച്ച് ഐറ്റംസ് അഡ്രസ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ഫേം, കെയർ ഓഫ് പോസ്റ്റ് ബോക്സ് ആൻഡ് ദ നെയിം ഓഫ് ദ ഓഫീസ് വെയർ ദ പോസ്റ്റ് ബോക്സ് ഇസ് ലൊക്കേറ്റഡ് ഷാൾ ഓൾസോ ബി അക്സെപ്റ്റഡ്. അതായത് ഒരു പേഴ്സൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫേമിൻ്റെ പേരിലോ അയക്കാനുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം, അത് കെയർ ഓഫ് പോസ്റ്റ് ബോക്സ് വെച്ചു അല്ലെങ്കിൽ അവിടുത്തെ ആ പോസ്റ്റ് ബോക്സുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ പേര് വെച്ച് വന്നാൽ അത് അയക്കാം. ഓക്കെ, ഷാൾ ബി അക്സെപ്റ്റഡ് പ്രൊവൈഡഡ് ദേ ആർ അഡ്രസ്ഡ് ടു എ പേഴ്സൺസ് ഓർ ഫേം ഇൻ ഹൂസ് നെയിംസ് ദ പോസ്റ്റ് ബോക്സ് സ്റ്റാൻഡ് രജിസ്റ്റേർഡ്. അതായത് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഫേമിൻ്റെ പേരിൽ അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പോസ്റ്റ് ബോക്സ് അങ്ങനെ ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ ഫേമിൻ്റെ പേരിലോ ഉണ്ടാവണം. അടുത്ത പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കേസാണ്. പ്രൊവൈഡ് ദാറ്റ് ഇൻ ദ ഓഫീസ് ഓഫ് ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്, അതായത് ഇങ്ങനെ കണ്ടെത്തി എന്താ അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് ഇല്ല, അയാളുടെ പേരിൽ ആ അഡ്രസ്സിയുടെ പേരിലൊരു പോസ്റ്റ് ബോക്സ് ഇല്ല,
അല്ലെങ്കിൽ ആ അഡ്രസ് ഹാസ് സീസ്ഡ് ടു ബി എ റെൻഡർ ഓഫ് എ പോസ്റ്റ് ബോക്സ്, അല്ലെങ്കിൽ അയാൾ പണ്ടുണ്ടായിരുന്ന ഇപ്പം ഇല്ല. ദ ഐറ്റം ഷാൽ ബി റിട്ടേൺ ടു സെൻറ്റർ, ആ ഐറ്റം സെൻറ്ററിന് തിരിച്ചു പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചിലപ്പം ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത മെയിൽസ് ഫോർ ഡിഫൻസ് സർവീസ് പേഴ്സണൽ, ദ ഫോളോയിങ് പർട്ടിക്കുലർ ഷാൽ ബി ഫർണിഷ്ഡ് ഇൻ ദ അഡ്രസ് ഇൻ കേസ് ഓഫ് ഐറ്റംസ് ഫോർ ദ പേഴ്സണൽ ഓഫ് ദ ഡിഫൻസ് സർവീസസ്. അതായത് താഴെ പറയുന്ന കാര്യങ്ങൾ അഡ്രസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇൻ ദ കേസ് ഓഫ് ഐറ്റംസ് ഫോർ ഡിഫൻസ് സർവീസിലുള്ള ആൾക്കാർക്കുള്ള ഐറ്റംസിൽ വിച്ച് ആർ ടു ബി ഡെലിവേർഡ് ത്രൂ ദ ആർമി പോസ്റ്റ് ഓഫീസ്, APO വഴി, ആർമി പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കണം അത് അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓർഡർ പർട്ടിക്കുലേഴ്സ് വന്നിരിക്കുകയാണ്. നമ്പർ, പിന്നെ റാങ്ക്, പേര്, യൂണിറ്റ് നെയിം. ഓക്കെ. സച്ച് ഐറ്റം ഷുഡ് ബി അഡ്രസ് ടു കെയർ ഓഫ് 56 APO അല്ലെങ്കിൽ കെയർ ഓഫ് 99 APO. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ അഡ്രസ്സിങ് ഓൺ ഇൻ്റർനാഷണൽ ഐറ്റംസ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇൻ്റർനാഷണലി അയക്കുമ്പോഴുള്ള ഇതേ സെയിം കാര്യങ്ങളാണ് പറയുന്നത്, അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. ആൻ ഐറ്റം ഷാൾ നോട്ട് ഹാവ് മോർ ദാൻ 1 ഡെലിവറി അഡ്രസ്. അവിടെ സെയിം തന്നെയാണ്, ഒരു ഐറ്റത്തിൽ ഒന്നിൽ കൂടുതൽ ഡെലിവറി അഡ്രസ്സ് പാടില്ല. ദ അഡ്രസ് ഐദർ ഹാൻഡ് റിട്ടൺ ഓർ മെഷീൻ പ്രിൻറ്റഡ് ഷാൾ ബി വേർഡ് ഇൻ പ്രിസൈസ്, കംപ്ലീറ്റ് ആൻഡ് ലെജിബിൾ മാനർ ടു ഇൻഷുർ ദ ഈസി ട്രാൻസ്മിഷൻ ഓഫ് ദ ഐറ്റം and its delivery at the country or territory of destination to the addressee. അതായത് അഡ്രസ്സ് അത് ഹാൻഡ് റിട്ടൺ ആയിക്കോട്ടെ, മെഷീൻ പ്രിൻറ്റഡ് ആയിക്കോട്ടെ, ഷാൾ ബി വേർഡ് ഇൻ എ പ്രിസൈസ്, കംപ്ലീറ്റ്ലി, അതായത് പ്രിസൈസ് മീൻസ് അക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ലെജിബിൾ മാനർ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തെന്നാണ് ഉദ്ദേശം. ടു എൻഷുർ ദ ഈസി ട്രാൻസ്മിഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പം അത് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കും. അത് എവിടോട്ടാണ് അയച്ചാൽ ആ കൺട്രിയിൽ അല്ലെങ്കിൽ ടെറിട്ടറിയിൽ. ദ അഡ്രസ് ഓഫ് ദ സെൻറ്റർ ആൻഡ് ദ അഡ്രസ്സി മസ്റ്റ് ബി റിട്ടൺ ഇൻ റോമൻ ലെറ്റേഴ്സ് ആൻഡ് അറബിക് ന്യൂമറൽസ്. അത് നമ്മൾ നേരത്തോട്ടേ പഠിക്കുന്നതാണ്. ഫോണിലോട്ട് അയക്കുമ്പോഴത്തേക്കും അഡ്രസ് ഓഫ് ദ സെൻറ്ററും പിന്നെ അഡ്രസ്സിയും റോമൻ ലെറ്റേഴ്സിലും അറബിക് ന്യൂമറൽസിലും വേണം നമ്മൾ എഴുതാനായിട്ട്. And wherever required, the address of the addressee may also be written in the language of country or territory of destination. ഇനി അത്യാവശ്യമാണെങ്കിൽ അഡ്രസ്സിയുടെ അഡ്രസ്സ് നമുക്ക് റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കൺട്രി, ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ, ആ ചെന്നെത്തേണ്ടുന്ന കൺട്രിയിലെ ലാംഗ്വേജിൽ വേണം എഴുതാമെന്ന് പറയുന്നു. ഓക്കെ. ദ നെയിം ഓഫ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ആൻഡ് ദ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ ഷാൽ ബി റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടുഗദർ വിത്ത് ദ കറക്റ്റ് പോസ്റ്റ് കോഡ് നമ്പർ ഓർ ഡെലിവറി സോൺ നമ്പർ വിച്ച് എവർ ഈസ് ആപ്ലിക്കബിൾ. അതായത് നെയിം ഓഫ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ, ചെന്നെത്തേണ്ടുന്ന സ്ഥലത്തിൻ്റെ പേര്, ആൻഡ് ദ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ ഷാൽ ബി റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം അത് എഴുതാനായിട്ട്. ടുഗദർ വിത്ത് ദ കറക്റ്റ് പോസ്റ്റ് കോഡ് നമ്പറോ ഡെലിവറി സോൺ നമ്പർ, പോസ്റ്റ് കോഡ് നമ്പരോ അല്ലെങ്കിൽ ഡെലിവറി സോൺ നമ്പരോ അത് കൃത്യമായിരിക്കണം. പോസ്റ്റ് കോഡ് നമ്പർ അല്ലെങ്കിൽ ഡെലിവറി സോൺ നമ്പർ അത് ആ ചെന്നെത്തേണ്ടുന്ന കൺട്രി അടിസ്ഥാനമാക്കിയിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എഴുതണം. അഡ്രസ് ഓഫ് ദ സെൻറ്റർ ആൻഡ് അഡ്രസ്സി ഷാൽ കണ്ടെയ്ൻ സച്ച് എലമെൻറ്റ്സ് പറഞ്ഞിട്ട് എൻ്റെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. നെയിം, പേര്, മൊബൈൽ നമ്പർ ഓപ്ഷണൽ, ബിൽഡിങ്ങിൻ്റെ ഡോറ്, ഫ്ലോറ് ഡീറ്റെയിൽ, സ്റ്റെയർവെല്ല്, വിങ്, ബിൽഡിങ്, ഡിസ്റ്റിങ് ഇൻസ്റ്റൻസസ്. അതായത് ഇതൊക്കെ ഈ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സ്ട്രീറ്റിൻ്റെ സ്ട്രീറ്റ് നെയിം, നമ്പർ, അതിൻ്റെ ടൈപ്പ്, പ്രൈമറി thoroughfare, സെക്കൻഡറി thoroughfare. ഇതിൽ പ്രൈമറി thoroughfare, സെക്കൻഡറി thoroughfare എന്ന് പറയുന്നത്, ഈ പ്രൈമറി thoroughfare ഒരു സ്ട്രീറ്റിൻ്റെ ഒരു മെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു കാര്യമാണെന്ന് വെച്ചോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണെന്ന് വെച്ചോ. ഈ സെക്കൻഡറി thoroughfare എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് റൂട്ട് അല്ലെങ്കിൽ ഒരു സബ് സ്ട്രീറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും സെക്കൻഡറി thoroughfare. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ക്രീനിൽ അതിൻ്റെ എക്സാമ്പിൾ കാണുന്നുണ്ട്, അപ്പോൾ ആ ഒരു കാര്യം കത്തും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് PO ബോക്സ്, പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, സിറ്റി അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ റൂറൽ ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് റീജിയണൽ ലെവല് അത് എഴുതാം. പോസ്റ്റ് കോഡ്, കൺട്രി അല്ലെങ്കിൽ ടെറിട്ടറി. ഇത്രയാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് ഇൻ്റർനാഷണലി അയക്കുമ്പോൾ ഉള്ള അഡ്രസ്സിൻ്റെ ഒരു ചെറിയ മോഡൽ. ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. പ്രാക്ടിക്കലി ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാവും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ.
The address of the addressee shall be written on right of front side and address of the sender shall be written on lower left of front side of an envelope. അപ്പോൾ സെൻറ്ററിൻ്റെ അഡ്രസ്സിന് മാറ്റമില്ല ഡൊമസ്റ്റിക് ആയിട്ട്, ലോവർ ലെഫ്റ്റ് തന്നെ. പക്ഷേ അഡ്രസ്സിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഷാൽ ബി റിട്ടൺ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റൈറ്റ് ഓഫ് ഫ്രണ്ട് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൻ്റെ റൈറ്റിലായിട്ടാണ് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് എഴുതേണ്ടത്. ദ അഡ്രസ് ഓഫ് ദ അഡ്രസ്സി ആൻഡ് ദ സെൻഡർ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫ്രം ദ വേർഡ്സ് ടു ആൻഡ് ഫ്രം. ടു വെച്ച് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് തുടങ്ങണം, ഫ്രം വെച്ചിട്ട് സെൻഡറിൻ്റെ അഡ്രസ്സ് തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാങ്ക് സ്പേസ് ഓഫ് മിനിമം 15 മില്ലിമീറ്റർ ഷാൽ ബി കെപ്റ്റ് ഫ്രം ലെഫ്റ്റ് ബോട്ടം ആൻഡ് റൈറ്റ് സൈഡ്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അഡ്രസ് ബ്ലോക്ക്, അഡ്രസ് ബ്ലോക്കിൻ്റെ ലെഫ്റ്റിൽ നിന്നും ബോട്ടത്തിൽ നിന്നും റൈറ്റിൽ നിന്നും 15 മില്ലിമീറ്റർ സ്പേസ്. ആൻഡ് അഡ്രസ് ബ്ലോക്ക് ഓഫ് ദ അഡ്രസ് ഷാൽ ഹാവ് മിനിമം ഗ്യാപ്പ് ഓഫ് 40 മില്ലിമീറ്റർ ഗ്യാപ്പ് ഫ്രം ടോപ്പ്. സ്റ്റാമ്പ് അല്ലെങ്കിൽ ഫ്രാങ്ക് ഇംപ്രഷൻസ് അഫിക്സ് ചെയ്യാം എവിടെ? ഓൺ ദ അപ്പർ റൈറ്റ് കോർണറിൽ. അതിൽ മാക്സിമം ഏരിയ എന്ന് പറയുന്നത് 74 മില്ലിമീറ്റർ. അടുത്ത എ സോൺ ഓഫ് 10 മില്ലിമീറ്റർ അറൗണ്ട് ദ അഡ്രസ് ബ്ലോക്ക്. അഡ്രസ് ബ്ലോക്കിൻ്റെ അറൗണ്ട് ചുറ്റിലുമായിട്ട് 10 മില്ലിമീറ്റർ ഫ്രീ ആയിരിക്കണം, എന്തെങ്കിലും എഴുത്തിൽ നിന്നോ പ്രിൻറ്റിങ്ങിൽ നിന്നോ. നോൺ അഡ്രസ് ഇൻഫർമേഷൻ സച്ച് സെൻഡേഴ്സ് കോഡ്, സീരിയൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലത്തെ നോൺ അഡ്രസ് ഇൻഫർമേഷൻസ് ജനറലി ഇൻക്ലൂഡ് ചെയ്യരുത് അഡ്രസ്സിയുടെ അഡ്രസ്സിൽ. നെസസറി ആണെങ്കിൽ പ്രിൻറ്റഡ് എബോ ദ ഫസ്റ്റ് ലൈനിൽ മുകളിൽ പ്രിൻറ്റ് ചെയ്യാം, ലാസ്റ്റ് ലൈനിൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്യരുത്. ദ സ്പേസിങ് ബിറ്റ്വീൻ ദ അഡ്രസ് ലൈൻ ഷാൽ ബി യൂണിഫോം. അഡ്രസ് ലൈൻസിന് ഇടയ്ക്കുള്ള സ്പേസിങ് യൂണിഫോം ആയിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻസ് 1 മില്ലിമീറ്ററിനും 5 മില്ലിമീറ്ററിനും ഇടയ്ക്ക് നിൽക്കണം. മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പെർ ലൈൻ 40 ക്യാരക്ടേഴ്സ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. An accountable item tendered at a post office for transaction shall not be accepted unless they are addressed as per. അതായത് മുകളിൽ പറഞ്ഞ കണ്ടീഷൻസൊക്കെ അനുസരിക്കാതെയാണ് ഒരു അക്കൗണ്ടബിൾ ഐറ്റം പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നതെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും മെത്തേഡ് ഓഫ് അഡ്രസ് എന്ന ഒരു പോർഷൻ തീർന്നിരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.